യുക്രൈൻ സംഘർഷം അതിന്റെ ഏറ്റവും പുതിയതും അപകടകരവുമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ യുക്രൈനിന് നൽകുന്ന ആയുധ സഹായങ്ങൾ സംബന്ധിച്ച അതീവ രഹസ്യ സ്വഭാവമുള്ള നീക്കങ്ങൾ ഓരോന്നായി പുറത്തുവരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ഒരു പ്രസ്താവനയിലൂടെയാണ് ഇത്രയും കാലം നിലനിന്ന ഒരു രഹസ്യ ഇടപാട് ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടത്. അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനം ഇപ്പോൾ രാജ്യത്ത് സജീവമാണെന്ന് സെലൻസ്കി അവകാശപ്പെട്ടതോടെ യുക്രൈനും ഇസ്രായേലും തമ്മിലുള്ള രഹസ്യ ആയുധ കച്ചവടത്തിന്റെ സാധ്യതകളാണ് വീണ്ടും ചർച്ചയായത്. ഈ മിസൈൽ യൂണിറ്റുകൾ ഇസ്രായേലിൽ നിന്നാണ് എത്തിയതെന്ന് നേരത്തെ തന്നെ ഇസ്രായേലി അംബാസിഡർ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ പതിവ് പോലെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ഈ പ്രസ്താവന തുടക്കത്തിൽ തന്നെ നിഷേധിച്ചു. ഈ നിഷേധങ്ങൾക്കിടയിലും യുക്രൈനിൽ ഒരു ഇസ്രായേലി സമുച്ചയം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മാസമായി അത് പ്രവർത്തിക്കുന്നു എന്ന് സെലൻസ്കി ഉറപ്പിച്ചു പറഞ്ഞത് പാശ്ചാത്യ ശക്തികൾ നടത്തുന്ന നയതന്ത്രപരമായ ഒളിച്ചുകളിക്കും രഹസ്യ ഇടപാടുകളും എത്രത്തോളം സങ്കീർണമാണെന്ന് വ്യക്തമാക്കുന്നു. റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ യുക്രൈൻ തീവ്രമായി ശ്രമിക്കുമ്പോൾ ഈ പ്രതിരോധ സംവിധാനങ്ങൾ ലഭിച്ചത് എങ്ങനെയെന്ന ചോദ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ കാലമായി ഉന്നയിക്കുന്ന ഒന്നായിരുന്നു. ശരത്കാലത്തോടെ ഞങ്ങൾക്ക് 2 പാട്രിയറ്റ് സിസ്റ്റങ്ങൾ കൂടി ലഭിക്കുന്നു, അത്രമാത്രം. പാട്രിയറ്റിനെ കുറിച്ച് ഞാൻ ഇനി സംസാരിക്കില്ല എന്ന് പറഞ്ഞ് സെലൻസ്കി ചർച്ചകൾ പെട്ടെന്ന് അവസാനിപ്പിച്ചത് ഈ രഹസ്യ ഇടപാടിൽ കൂടുതൽ കാര്യങ്ങൾ മറച്ചുവെക്കാനുണ്ടെന്ന് സൂചന നൽകി. ഇത് ഇസ്രായേലിനെ പ്രതിസന്ധിയിലാക്കാതിരിക്കാനുള്ള ഒരു നയതന്ത്രപരമായ നീക്കമായി കാണാവുന്നതാണ്. 30 വർഷത്തിലേറെയായി ഇസ്രായേലിന്റെ സേവനത്തിൽ ഉണ്ടായിരുന്ന 8 പാട്രിയറ്റ് സിസ്റ്റങ്ങൾ നിർത്തലാക്കാനും പകരം നൂതനമായ സംവിധാനങ്ങൾ സ്ഥാപിക്കാനും വെസ്റ്റ് ജെറുസലേം നേരത്തെ തീരുമാനിച്ചിരുന്നു. ഈ പഴയ യൂണിറ്റുകൾ യുക്രൈനിലേക്ക് മാറ്റാൻ ഇസ്രായേൽ തയ്യാറാണെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പഴയ യൂണിറ്റുകൾ ഉയർന്ന വിലയ്ക്ക് വിറ്റഴിച്ച് ലാഭം നേടാനും അതേസമയം തങ്ങളുടെ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയെ തൃപ്തിപ്പെടുത്താനും വേണ്ടിയുള്ള ഇസ്രായേലിന്റെ തന്ത്രമാണ് ഇതെന്ന് കരുതപ്പെടുന്നുണ്ട്. ഇത് ഒരു സാധാരണ ആയുധ കച്ചവടമായിരുന്നില്ല, മറിച്ച് സങ്കീർണമായ രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു. ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് 2 പാട്രിയറ്റ് യൂണിറ്റുകളുടെ ആദ്യ ലോഞ്ചുകൾ യുക്രൈനിന് കൈമാറിയതായി പ്രഖ്യാപിച്ചിരുന്നു. യുക്രൈന് അവരുടെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിന് കുറഞ്ഞത് 5 അത്തരം സംവിധാനങ്ങളെങ്കിലും ആവശ്യമുണ്ടെന്ന പിസ്റ്റോറിയസിന്റെ പ്രസ്താവന ഭാവിയിൽ കൂടുതൽ വിതരണം ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചനകൾ നൽകുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്നില്ലെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ ആയുധ സഹായങ്ങൾ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ യുക്രൈനിന് നൽകുന്ന സൈനിക സഹായം റഷ്യയുടെ ഭീഷണി നിലനിൽക്കുന്ന യൂറോപ്പിന്റെ സുരക്ഷയെയും സാരമായി ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. യുക്രൈനിലേക്കുള്ള പാശ്ചാത്യ ആയുധ കയറ്റുമതിയെ റഷ്യ പലതവണ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇത്തരം നീക്കങ്ങൾ ശത്രുത വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യില്ലെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ വാദിക്കുന്നു. ഈ ആയുധക്കടത്ത് നൂതന ആയുധങ്ങളുടെ ഒരു അന്താരാഷ്ട്ര കരിഞ്ചതയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് നൽകിയ മുന്നറിയിപ്പ് അതീവ ഗുരുതരമാണ്. യുക്രൈനിൽ നിന്ന് വഴിതിരിച്ചു വിടുന്ന ആയുധങ്ങൾ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പോലും ഒരു ആഗോള സുരക്ഷ അപകടകരമായി മാറിയേക്കാം. 2022 ഫെബ്രുവരിയിൽ സംഘർഷം രൂക്ഷമായതിന് തൊട്ടു പിന്നാലെ യുക്രൈനിന് വിതരണം ചെയ്യുന്ന പാട്രിയറ്റ് സംവിധാനങ്ങൾ റഷ്യ ഒറ്റയടിക്ക് എടുക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് കേവലം ഒരു ഭീഷണിയായിരുന്നില്ല, മറിച്ച് യുക്രൈനിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്ന പാശ്ചാത്യ ശക്തിക്കുള്ള വ്യക്തമായൊരു സന്ദേശമായിരുന്നു. ഇസ്രായേലിന്റെ ഒളിച്ചുകളി വ്യക്തമാക്കിയുള്ള സെലൻസ്കിയുടെ വെളിപ്പെടുത്തൽ പാശ്ചാത്യ ശക്തികൾ യുദ്ധം അവസാനിപ്പിക്കാനല്ല, മറിച്ച് അത് വികസിപ്പിക്കാനും ആയുധ കച്ചവടത്തിലൂടെ ലാഭം നേടാനും ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾക്ക് ശക്തി നൽകുന്നു. റഷ്യയുടെ ശക്തമായ മുന്നറിയിപ്പുകൾ നിലനിൽക്കെ പാട്രിയറ്റ് മിസൈലുകളുടെ വിന്യാസം സംഘർഷത്തെ കൂടുതൽ അപകടകരമായ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ രഹസ്യ കൈമാറ്റങ്ങൾ ആഗോള സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഒരു കരിഞ്ചതയ്ക്ക് ആക്കം കൂട്ടുമോ എന്നും ഈ ആയുധ രാഷ്ട്രീയത്തിന്റെ അന്തിമ ദുരന്തം ആരാണ് അനുഭവിക്കേണ്ടി വരിക എന്നും ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നു. യുക്രൈൻ റഷ്യൻ സംഘർഷം ഒരു യുദ്ധം എന്നതിലുപരി ആഗോള ശക്തികൾക്കിടയിലുള്ള ഒരു അധികാര പോരാട്ടമായി മാറുന്നതിന്റെ സൂചനകളാണ് ഈ രഹസ്യ ഇടപെടലുകളിലൂടെയും പരസ്യമായ പ്രസ്താവനകളിലൂടെയും പുറത്തുവരുന്നത്. യുദ്ധത്തിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന സാധാരണ ജനങ്ങൾക്കിടയിൽ ഈ രാഷ്ട്രീയ നാടകങ്ങൾ കൂടുതൽ ആശങ്കകൾ സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.